സ്വർഗത്തിലേക്ക് കടക്കുമ്പോൾ എല്ലാവർക്കും 33 വയസ്സായിരിക്കുന്ന ഒരു ഉമ്മൂമ്മ, പ്രായമുള്ള ഒരു ഉമ്മ അള്ളാന്റെ റസൂലിനോട് വന്ന് ചോദിച്ചില്ലേ, പൊന്നാര നബിയേ, അള്ളാന്റെ സ്വർഗത്തിലേക്ക് കടക്കാൻ നിങ്ങൾ എനിക്ക് ദുആ ചെയ്തു തരണം നബിയേ. തങ്ങൾ പറഞ്ഞു, പ്രായമുള്ള ഉമ്മമാരൊന്നും സ്വർഗത്ത് കിടക്കണില്ല. ഈ സ്ത്രീ വല്ലാണ്ടങ്ങ് വിഷമിച്ചു പോയി, അങ്ങോട്ട് കരഞ്ഞുപോയി. നബി തങ്ങൾ അവരെ വിളിക്കാൻ വേണ്ടി പറഞ്ഞു, ഇങ്ങോട്ട് വരിൻ. ഞാൻ പറഞ്ഞതേ നിങ്ങൾ സ്വർഗത്ത് പോകില്ല എന്നല്ല, സ്വർഗത്ത് പോകുമ്പോഴേ ഈ പല്ലൊക്കെ പോയ അവസ്ഥയിലൊന്നല്ല, നല്ല 1-ാം നമ്പർ ചെറുപ്പക്കാരിയായിട്ടാണ് നിങ്ങൾ സ്വർഗത്തിൽ കിടക്കുക. നിങ്ങളുടെ ഈ വാർദ്ധക്യത്തോടു കൂടെ സ്വർഗത്തിൽ കിടക്കൂല. തങ്ങൾ തമാശ പറഞ്ഞതാ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നി ലഅംസഹു വലാ അഖൂലു ഇല്ലാ ഹഖാ. തങ്ങൾ പറയും, ഞാൻ തമാശ പറയും, പക്ഷെ ഞാൻ സത്യം പറയുള്ളൂ, നുണ പറഞ്ഞ് തമാശ പറയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ സ്വർഗത്തിൽ കിടക്കുന്ന വയസ്സ് 33. അത് ആരുടെ വയസ്സാ? ഈസ നബി അലൈഹിസ്സലാമിന്റെ വയസ്സാണത്. ഭൂമിയിൽ നിന്ന് ഉയരുമ്പോൾ 33 വയസ്സാണ്. എല്ലാവരും അങ്ങനെ ആയിരിക്കുന്ന. സ്വർഗത്തിലേക്ക് ആളെ കൊണ്ടുപോകണമെങ്കിൽ ഈ ലോകം അവസാനിക്കണം. എല്ലാവരും ഖബറിൽ വെയിറ്റ് ചെയ്യാണ്. ഒരുപാട് ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, 10,000 മില്യൺ കണക്കിന് മുസ്ലിമീങ്ങൾ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഖബറിൽ കടന്ന് വിശ്രമിക്കുകയാണ്. ഖിയാമത്തായാലേ സ്വർഗത്തിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. ഖബർ സ്വർഗമാണ്. ഒന്നുകിൽ സ്വർഗമാണത്, തെറ്റ് ചെയ്ത ആളുകൾക്കോ അവിശ്വാസികൾക്കോ അത് നരകവുമാണ്. പക്ഷേ അള്ളാഹുവിന്റെ യഥാർത്ഥ സ്വർഗത്തിലേക്കും യഥാർത്ഥ നരകത്തിലേക്കുമുള്ള ആ 2 ഭാഗമാക്കി അള്ളാഹു മാറ്റി നിർത്തുന്നത് ലോകം അവസാനിച്ചതിന്റെ ശേഷമാണ്. അതുകൊണ്ട് ഒരുപാട് ആളുകൾ പടച്ചവനെ ഖിയാമത്ത് നാക്കിക്കൊണ്ട പടച്ചവനെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ നീ വാഗ്ദത്തം ചെയ്യപ്പെട്ട സ്ഥലത്തേക്ക് പോകാൻ കൊതിയാകുന്നു എന്ന് ഖബറിൽ കാത്തിരിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ടാ സംഭവങ്ങൾ ഒന്നിന് പിന്നാലെ മറ്റൊന്നായി ലോകത്ത് പുലർന്നുകൊണ്ടിരിക്കുകയാണ്. സ്വർഗത്തിലേക്കാവണമെങ്കിൽ ആ സംഭവങ്ങളൊക്കെ നടക്കണം, ഈ പറഞ്ഞതൊക്കെ നടക്കണം. ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന നേരം, ഇറങ്ങി വരുന്ന സ്ഥലം എല്ലാം അല്ലാഹു പറഞ്ഞു. ഈസ നബിയുടെ ദൗത്യം നന്മ സ്ഥാപിക്കലാണ്. ഇവിടെ മുസ്ലിമീങ്ങളൊപ്പം നിന്ന് പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സായെ മോചിപ്പിക്കലാണ്, മസീഹുദ് ദജ്ജാലിനെ വധിക്കലാണ്. ആ സമയം മസീഹുദ് ദജ്ജാൽ അവന്റെ സർവ്വ മാജിക്കും ഉപയോഗിച്ച് ലോകത്ത് നടക്കുന്ന കാലമായിരിക്കും. മസീഹുദ് ദജ്ജാൽ വലിയ മജീഷ്യനാണെന്നാണ്, വലിയ മജീഷ്യനാണ്. നമ്മുടെ മുതുകാടൊക്കെ ചെയ്യുന്ന മാജിക് കാണുന്നില്ലേ, അതൊന്നല്ല. മസീഹുദ് ദജ്ജാലിന്റെ മാജിക്കിനും ഇതൊന്നും ഒന്നുമല്ല. മസീഹുദ് ദജ്ജാൽ എന്താ, സ്റ്റേജിന്മേലല്ല, അങ്ങോട്ട് നിന്നിട്ട് പെയ്യട്ടെ മഴ, അങ്ങോട്ട് പെയ്യാണ് മഴ. സിമെന്റ് ഇട്ട ഭൂമിയോടെ മുളക്കട്ടെ നെല്ല് എന്ന് പറഞ്ഞാൽ അവിടെ മുളച്ചു നെല്ലും ഗോതമ്പൊക്കെ. ഭൂമിന്റെ ഉള്ളിൽ നിന്ന് സ്വർണവും ഖനിയൊക്കെ വരട്ടെ എന്ന് പറഞ്ഞ തേനീച്ച തന്റെ റാണിന്റെ പിന്നാലെ പോണ പോലെ സ്വർണ്ണ ഖനികളൊക്കെ റോളുകളായി പിന്നാലെ ഉരുണ്ടുകൊണ്ടിരിക്കുന്ന സുബ്ഹാനല്ലാഹ്. ലോകത്ത് സ്വർണം കൂടുതൽ കാണപ്പെടുന്നത് ഖിയാമത്തിന്റെ അടയാളങ്ങളിൽ പറയുന്നുണ്ട്. യൂഷികു അൻ തഹ്സിറൽ ഫുറാതു അൻ കൻസിൻ മിൻ ദഹബിൻ. സ്വഹീഹ് മുസ്ലിമിൽ കാണാൻ കഴിയും. യൂഷികു അൻ തഹ്സിറൽ ഫുറാത്ത് അൻ കൻസിൻ മിൻ ദഹബിൻ. ഇറാഖിലെ യൂഫ്രട്ടീസ് നദിയിൽ നിന്ന് സ്വർണത്തിന്റെ വലിയ ബ്ലോക്കുകൾ കാണപ്പെടും. കഉസ്തുവാനാത്തി ദഹബി. സ്വർണത്തിന്റെ വലിയ പില്ലറുകൾ യൂഫ്രട്ടീസ് നദിയിൽ നിന്ന് കണ്ടെത്താൻ പോകുന്നു എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അധിനിവേശ രാജ്യങ്ങളാണതൊക്കെ. അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ കണ്ണുവെച്ചിരിക്കുന്ന പ്രദേശമാണത്. അവരുടെ റേഡിയോ സിഗ്നലുകൾ കണ്ടെത്താൻ പറ്റും ഭൂമിയിൽ എവിടെയാണ് സ്വർണമുള്ളത്. ഇറാഖിനെ ഇങ്ങനെ പിടികൂടാൻ കാരണം പോലും ഇറാഖിന്റെ ഉള്ളിൽ കിടക്കുന്ന സ്വർണത്തിൽ കണ്ണുവെച്ചുകൊണ്ടാണെന്ന് ചില പത്രങ്ങൾ എഴുതി വിട്ടിരുന്നു. യൂഷികു അൻ തഹ്സിറൽ ഫുറാത്ത്. തങ്ങൾ പറഞ്ഞു, മുസ്ലിമീങ്ങളെ നിങ്ങൾ ആരും അത് എടുക്കരുത് കേട്ടോ. ഇറാഖിന്ന് എന്ത് ചെയ്യണ്ട, ഈ സ്വർണം നമ്മളോട് എടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ തുടരുത്. സ്വർണത്തിന്റെ ഖനികൾ കൂടിക്കൊണ്ടിരിക്കുന്ന തേനീച്ചയുടെ റാണിക്ക് പിന്നാലെ തേനീച്ച കൂട്ടമായി പറക്കുന്ന പോലെ മസീഹുദ് ദജ്ജാലിന്റെ പിറകെ സ്വർണവും വെള്ളിയും അത് റോളുകളായി അവന്റെ പിന്നാലെ നടന്നുകൊണ്ടിരിക്കും. ജീവനുള്ള മനുഷ്യനെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് ജീവനുള്ളൊരു ചെറുപ്പക്കാരന് ഒരു ഈർച്ചവാള് കൊണ്ട് 2 പാതിയായി അവൻ കഷ്ണിച്ചു മാറ്റും. എന്നിട്ട് അവനോട് കൂടിച്ചേരാൻ വേണ്ടി പറയും.
ഫയതഹല്ലലു യദ്ഹഖു, ഒരു വേദന പോലും അറിയാത്ത രീതിയിൽ അവൻ ചിരിച്ചുകൊണ്ട് നടന്നു വരും. ഈ അത്ഭുതങ്ങളൊക്കെ ചെയ്തിട്ടവൻ പറയും, ഞാൻ അല്ലാഹുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? ഞാൻ അല്ലാഹുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കില്ലേ? മുഅ്മിനീങ്ങൾ പറയും, അൻത മസീഹുദ് ദജ്ജാൽ, നീ കള്ളനായ ദജ്ജാലാണ്. ഞങ്ങളുടെ അല്ലാഹു തആല അല്ലാഹു ഉലുവൻ കബീറ, ഞങ്ങളുടെ പടച്ചവൻ ഇതല്ലല്ലോ. മുഅ്മിനീങ്ങൾ പറയും, വഫീ ഇഹ്ദാ യദൈഹി ജന്ന വഇഹ്ദാ യദൈഹി നാർ, അവന്റെ ഒരു കൈയിൽ സ്വർഗം പോലെയുള്ളതും മറുകൈയിൽ നരകം പോലെയുള്ളതുമുണ്ട്. അവനിൽ വിശ്വസിക്കാത്തവരെ നരകത്തിലേക്ക് അവൻ എറിയും, അവന്റെ കയ്യിലെ നരകം. പക്ഷേ സത്യവിശ്വാസികൾക്ക് ഒരൽപ്പം പോലും അത് പോറലേൽക്കില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് തണുപ്പായി മാറിയ പോലെ അവന്റെ തീ അവർക്ക് തണുപ്പായിരിക്കും. കടുത്ത പരീക്ഷണാണ്. അത് മാത്രമോ, അവനിൽ വിശ്വസിച്ച ആളുകൾക്ക് ഇഷ്ടം പോലെ പൈസ കിട്ടും, സമ്പത്ത് എമ്പാടും വർദ്ധിക്കും, അവിടെ കച്ചവടത്തിൽ വലിയ വർധനവ്. അവനിൽ വിശ്വസിക്കാത്ത ആളുകൾക്കാണെങ്കിലോ കൊടിയ ദാരിദ്ര്യവും വരും. ഇത് അല്ലാഹു ചെയ്യുന്ന പരീക്ഷണമാണ്. ഇത് അല്ലാഹു ചെയ്യുന്ന പരീക്ഷണമാണ്. ഖിയാമത്ത് നാളിനോടടുക്കുമ്പോൾ ഈസ നബി അലൈഹിസ്സലാമിന്റെ പക്ഷം ചേർന്ന് നിന്ന് ബൈത്തുൽ മുഖദ്ദസിന്റെ മോചനത്തിന് വേണ്ടി യുദ്ധം ചെയ്യാൻ പോകുന്ന മുഅ്മിനീങ്ങളെ കടഞ്ഞെടുക്കലാണ് അല്ലാഹുവിന്റെ ഡ്യൂട്ടി. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ഉറക്കെ വിശ്വസിക്കുകയും അത് ഖൽബിൽ തറക്കുകയും ചെയ്ത് മസ്ജിദുൽ അഖ്സായുടെ മോചനത്തിന് വേണ്ടി ചോര കൊടുക്കാൻ തയ്യാറുള്ള മുസ്ലിമീങ്ങളായ ആളുകൾ മാത്രം ബാക്കി നിന്നാൽ മതി. ഈമാൻ കുറവുള്ള ആളുകളൊക്കെ പൊയ്ക്കോട്ടെ, അവർ മസീഹുദ് ദജ്ജാലിന്റെ കൂടെ. ഈമാൻ ഉറപ്പുള്ളവർ മാത്രം നിന്നാൽ മതി. നബി തങ്ങൾ പറഞ്ഞു, മസീഹുദ് ദജ്ജാലിനെ കണ്ടാൽ നിങ്ങളാരും കൊതിയോടുകൂടെ ഞാനൊന്ന് കാണട്ടെ എന്ന് വിചാരിച്ച് റോട്ടിലേക്ക് ജാഥ കാണാൻ ഇറങ്ങുന്ന പോലെ മസീഹുദ് ദജ്ജാലിനെ കാണാൻ നിൽക്കരുതേ. അവരവരുടെ വീടുകളിലേക്ക് പോയി വാതിലടച്ച് ഇരുന്നു കൊള്ളണം. അവനെ കാണേണ്ട അവസ്ഥ വന്നാൽ സൂറത്തുൽ കഹ്ഫിന്റെ ആദ്യത്തെ 10ഓളം ആയത്തുകൾ അവർ ഓതിക്കൊണ്ടിരിക്കണം. അതുകൊണ്ട് സൂറത്തുൽ കഹ്ഫിന്റെ ആദ്യത്തെ 10 ആയത്ത് പഠിച്ചോളി, മനപ്പാടാക്കിക്കോളി. എപ്പോഴാ വരെന്നറിയില്ല. കാഞ്ഞങ്ങാട് ടൗണിൽ എത്തുമ്പോഴേക്കാരൻ ദജ്ജാൽ അവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ടാവുക, പറയാൻ പറ്റില്ല. അവൻ നടക്കുന്നത് അങ്ങനെയാണ്. ബസ്സും കാറൊന്നും ആവശ്യമില്ല. സൂറത്തുൽ കഹ്ഫിന്റെ ആദ്യത്തെ ആയത്ത് 10 ആയത്തുകൾ. വേറെ റിവായത്തിൽ വന്നു അവാഖിറ സൂറത്തുൽ കഹ്ഫി, സൂറത്തുൽ കഹ്ഫിന്റെ അവസാനത്തെ ആയത്തുകൾ 10ഓളം ആയത്തുകൾ. ഇത് നിങ്ങൾക്ക് ഓതാൻ കഴിഞ്ഞാൽ ലാ യദുറുഹു, ഈ ദുഷ്ടനായ മസീഹുദ് ദജ്ജാലിന്റെ ഫിത്ന, അതുപോലത്തൊരു ഫിത്ന മുസ്ലിം ലോകം കാണുകയില്ലെന്നും, ഏറ്റവും വലിയ ഫിത്നയാണ്, ഏറ്റവും വലിയ ഫിത്നയാണ്. അതുപോലത്തൊരു ഈമാൻ നഷ്ടപ്പെടുന്ന പരീക്ഷണം ലോക മുസ്ലിമീങ്ങൾ ഖിയാമത്തിന് മുമ്പ് കാണുകയില്ലെന്നും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്ത് സൂറത്തുൽ കഹ്ഫിന്റെ ആദ്യം പഠിച്ചോളൂ. സൂറത്തുൽ കഹ്ഫ് മസീഹുദ് ദജ്ജാലിന് കാവൽ കിട്ടുന്ന സൂറയാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്ന വിവരം നമ്മൾ ഈ പറയുന്നത്. ആളുകൾ ഇതിനെ പല നിലയ്ക്ക് വ്യാഖ്യാനിക്കും. ഇമ്രാൻ ഹുസൈൻ, അദ്ദേഹമൊക്കെ മസീഹുദ് ദജ്ജാലിന്റെ വിഷയത്തിൽ തെറ്റിദ്ധാരണ പിടിപെട്ട ഒരു പണ്ഡിത, ഇംഗ്ലീഷിലൊക്കെ വേണ്ട പറഞ്ഞ ഒരാളുണ്ട്, ഇമ്രാൻ ഹുസൈൻ. ചെറുപ്പക്കാർക്ക് പറയുന്നതായിരിക്കും. അദ്ദേഹമൊക്കെ ഹദീസിൽ നിന്ന് മാറിയിട്ട് ദജ്ജാൽ എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ഭരണമാണെന്നും അമേരിക്കൻ ഭരണമാണെന്നൊക്കെ അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അത് ശരിയല്ല. ഹദീസ് പച്ചയായ വന്ന വിഷയമല്ലേ. അത് ആളുടെ പേരാണ്, ഒരു മനുഷ്യന്റെ പേരാണ്. അവൻ ജീവിച്ചിരിപ്പുള്ള ആളാണ്. അവന്റെ മുഖം ഇങ്ങനെയാണ്, അവന്റെ കണ്ണിങ്ങനെയാണ്, അവന്റെ ചേലും കോലവും ഇന്നത്, അതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് അതിനെ ദുർവ്യാഖ്യാനം ചെയ്യേണ്ട ആവശ്യമില്ല. അതങ്ങനെ തന്നെ മനസ്സിലാക്കിയാൽ മതി. ഷാബുൻ ഖത്തത്തുൻ, അവൻ മുടി ജട പിടിച്ച ആളാണ്. അവറു ഐനിൽ യുംന, അവൻ വലത് കണ്ണ് മൂടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഒരു കണ്ണ് ബാക്കിയുള്ളത് ഐനുഹു കൈനബിൻ ത്വാഫിയ, ഒരു മുന്തിരി തള്ളി നിൽക്കുന്ന പോലെ തള്ളി നിൽക്കുന്ന കണ്ണുള്ള ആളാണ്. മക്തൂബുൻ ബൈന ഐനൈഹി, അവന്റെ 2 കണ്ണുകൾക്കിടയിൽ നെറ്റിയിൽ എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട് ക ഫ റ, 3 അക്ഷരങ്ങൾ എഴുതിയിട്ടുണ്ട്. കഫറ, അവിശ്വാസിയായിട്ടുണ്ട് എന്ന, അവിശ്വാസിയാണെന്ന അടയാളമുള്ള, അത് അർത്ഥം കൊടുക്കുന്ന കഫറ എന്ന 3 അക്ഷരങ്ങളുണ്ട് അവിടെ.
യഖറഉഹു കുല്ലു മുഅ്മിനിൻ കാതിബിൻ വഗൈരി കാതിബ്. ഈമാനുള്ള ഏതൊരു മുഅ്മിനും എഴുത്തും വായനയും അറിയട്ടെ അറിയാതിരിക്കട്ടെ അവർക്കൊക്കെ ഇത് വായിച്ചെടുക്കാൻ കഴിയും. ഈമാൻ ഉണ്ടായാൽ മതി. ഖൽബിൽ ഈമാൻ ഉണ്ടെങ്കിൽ അവർക്കത് വായിച്ചെടുക്കാൻ പറ്റും.